ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അല്ല, ആട്ടിടയന്മാർ വായിക്കുമോ? ഞാൻ ആദ്യമായി കാണുകയാണ്. തൊട്ടു പിന്നിൽ നിന്നൊരു പെൺകിടാവിൻ്റെ സ്വരം. കറുത്ത നീണ്ട മുടി, മുറിഷ് ജേതാക്കളുടെ ചായ തോന്നിക്കുന്ന കണ്ണുകൾ, തനി അണ്ടലൂയസീക്കാരി. സാധാരണയായി ഞാൻ അധികവും പഠിക്കുന്നത് എൻ്റെ ഈ ആട്ടിൻപറ്റത്തിൽ നിന്നാണ്, പുസ്തകങ്ങളിൽ നിന്നല്ല, അവൻ മറുപടി പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സംഭാഷണം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുപോയി. അതിനിടയിൽ അവൾ പറഞ്ഞു, ആ കടയുടമസ്ഥനാണ് അവളുടെ അച്ഛനെന്ന്. പിന്നെയും ഒരുപാട് വർത്തമാനം അവൾ പറഞ്ഞു. നാട്ടിൻപുറത്തെ വിശദമായ ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നു. അവനും ധാരാളം പറയാനുണ്ടായിരുന്നു. ഉൾനാടുകളിലെ വർത്തമാനങ്ങൾ, താൻ തങ്ങിയ മറ്റു പട്ടണങ്ങളിലെ വിശേഷങ്ങൾ. അങ്ങനെ അവളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് നല്ല രസം തോന്നി. തൻ്റെ ആട്ടിൻപറ്റവുമായി സൊള്ളുന്നതിൽ നിന്നും തികച്ചും വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത്? അവളുടെ ചോദ്യം. സാധാരണ എല്ലാവരും പഠിക്കുന്നത് പോലെ തന്നെ സ്കൂളിൽ പോയി. അവൻ്റെ ഉത്തരം. അത്രയ്ക്കൊക്കെ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ നീ വെറും ഒരു ആട്ടിടയനായതെന്തിനാ? ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പറയാൻ എന്തുകൊണ്ടോ അവൻ മടിച്ചു. പറഞ്ഞു കൊടുത്താൽ തന്നെ അത് അവൾക്ക് മനസ്സിലാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഉരുണ്ടു പിരണ്ട് എന്തോ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അവളുടെ ശ്രദ്ധ തിരിക്കാനായി തൻ്റെ നീണ്ട യാത്രകളെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. വഴിയിലെ കൗതുകങ്ങൾ, സാധാരണമായ അനുഭവങ്ങൾ. തികഞ്ഞ ശ്രദ്ധയോടെ അവൾ അതങ്ങനെ മൂളിക്കേട്ടു. ആ വിടർന്ന കറുത്ത കണ്ണുകളിൽ ഭയവും വിസ്മയവും മാറി മാറി തെളിഞ്ഞു. അതിനിടയിൽ എപ്പോഴോ അവൻ്റെ മനസ്സ് സ്വയമറിയാതെ തുടിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ സാമീപ്യം അതുവരെ ഇല്ലാത്ത മോഹങ്ങൾ അവൻ്റെ മനസ്സിൽ ഉയർത്തി. എന്നും അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ, ആടുകളെയും കൊണ്ട് ചുറ്റിത്തിരിയുന്നതിന് പകരം അവളുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായി പാർപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ. അവൻ സങ്കല്പത്തിൽ കണ്ടു തൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നിറപ്പകർച്ച. ദിവസം ഒരിക്കലും തീരില്ലെന്നും, കടലിൽ തിരക്ക് ഒഴിയല്ലേ എന്നും 3 ദിവസം എന്നെ കാത്താനിരിക്കട്ടെ എന്നും അവൻ വെറുതെ മോഹിച്ചു. കുറെ കൂടി നേരം അവളോടൊപ്പം കഴിയാൻ അവസരം കിട്ടുമല്ലോ. പക്ഷെ അവസാനം കച്ചവടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. 4 ആളുകളുടെ രോമമേ അയാൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കൺമുൻപിൽ വെച്ചു തന്നെ അവൻ അത് വെട്ടിക്കൊടുത്തു. മുറിച്ച രോമങ്ങളുടെ വിലയും നൽകി. അങ്ങനെ അവൻ യാത്രയായി. അടുത്ത വർഷം വീണ്ടും വരാൻ അയാൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇതാ ഒരാൾ കൂടി അവൻ്റെ ആ നാട്ടിൻ പുറത്തേക്ക് തിരിച്ചെത്തുന്നു. ഇനി 4 ദിവസത്തെ യാത്രയേ ഉള്ളൂ. അവന് നല്ല ഉത്സാഹം തോന്നി, ഒപ്പം നേരിയ ആശങ്കയും. ആ പെൺകുട്ടിയെ ഇതിനിടെ തന്നെ മറന്നിട്ടുണ്ടെങ്കിലോ? ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? എത്ര ആട്ടിടയന്മാർ ആ വഴി വന്നു പോയിരിക്കും. അതൊന്നും കാര്യമാക്കാനായില്ല. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തോട് പറഞ്ഞു, വേറെ എത്ര നാടുകളിൽ വേറെ എത്ര പെൺകുട്ടികളെ എനിക്കറിയാം. എന്നാൽ അതൊരു കാര്യമാവുന്നത് തന്നെയാണ്. അവൻ്റെ ഹൃദയം കപ്പലോട്ടുകാരെയും സഞ്ചാരികളെയും വർത്തമാനരെയും പോലെ ആട്ടിടയന്മാർക്കും തങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിത സുഖങ്ങൾ മറക്കാൻ സഹായിക്കുന്ന ആരെയെങ്കിലും ഒരു പട്ടണം കണ്ടെത്താൻ കഴിയുമെന്നും അവനറിയാമായിരുന്നു. നേരം പുലർന്നു. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ സൂര്യന് നേർക്ക് ആട്ടിത്തെളിച്ചു. ഇവറ്റങ്ങൾക്ക് എന്ത് സുഖമാണ്, അവനോർത്തു. ഒന്നും അറിയണ്ട, ഒരു തീരുമാനവും എടുക്കണ്ട, വെറുതെ അങ്ങനെ നടന്നാൽ മതി. അതുകൊണ്ട് തന്നെയായിരിക്കാം അവ തന്നെ വിടാതെ കൂടിയിരിക്കുന്നത്. വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണമെന്നല്ലാതെ അവയ്ക്ക് എന്തെങ്കിലും അറിയുമോ? വല്ല ചിന്തകളുമുണ്ടോ? അത് രണ്ടും കിട്ടുന്നിടത്തേക്ക് താൻ അവയെ എത്തിക്കുമെന്നുണ്ട്. ശരിയാണ്, ആണ്ടലൂസിയയിലെ ഏറ്റവും നല്ല പുൽമേടുകൾ എവിടെയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഈ ആടുകളുടെ ജീവിതം അവൻ്റെ ചിന്തകളിൽ തുടർന്നു. ഒരു മാറ്റവുമില്ല, പുതുമയുമില്ല. എന്നും ഒരേപോലെ ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്കു നീണ്ടു കിടക്കുന്ന കുറേ മണിക്കൂറുകൾ. അവയ്ക്കുണ്ടോ വല്ല പഠിപ്പും അറിവും? താൻ കണ്ട നഗ്ന ദൃശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവയ്ക്കുണ്ടോ വല്ല പ്രയോജനവും? അവയ്ക്ക് വേണ്ടത് വയറ് നിറയ്ക്കാൻ പുല്ലും വെള്ളവും മാത്രം. അതിന് പകരം തരുന്ന ഒരു ചുമട് കമ്പിളി, ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നാന്തരം മാംസം, പിന്നെ തന്നെ പോലെയുള്ളവർക്ക് അവയുടെ കറ കളഞ്ഞ ചങ്ങാത്തം. അവ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ആലോചനകൾ പിന്നെയും നീണ്ടുപോയി. സ്വന്തം ഉൾപ്പരനകൾ കൂടി അവ ഗൗനിക്കാതെ ഇരുന്നു.
താൻ അവയെ നേർവഴിക്ക് തന്നെ നടത്തുമെന്ന് അത്രയ്ക്കൊരു ഉറപ്പ്. പെട്ടെന്ന് തൻ്റെ തല തിരിഞ്ഞാലോ? ഈ ആളുകളൊക്കെ പിടിച്ച് ഓരോന്നിനെയായി കൊല്ലാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഒട്ടുമുക്കാലും ചത്തു തീരുന്നത് വരെ തങ്ങളെ പിടികൂടിയിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നതേയില്ല. അത്രയ്ക്കും ശുദ്ധമാണ് അവയുടെ മനസ്സ്. അവന് തൻ്റെ ചിന്തകളിൽ അത്ഭുതം തോന്നി. എന്നെ ഇങ്ങനെ ഒരു ദുഷ്ടബുദ്ധിയെ തൻ്റെ മനസ്സിൽ വന്നുകൂടാൻ? ഈ പഴയ പള്ളി വല്ല ബാധയുമുള്ള സ്ഥിരമായിരിക്കുമോ? ഒന്ന് കണ്ടു മറഞ്ഞ സ്വപ്നം അവിടെ വന്നപ്പോൾ അവൻ വീണ്ടും, പിന്നെ ഇപ്പോൾ ഒരു ദുഷ്ടചിന്തയും. താൻ വിശ്വസ്തനായ ആട്ടിൻപറ്റത്തിനു നേരെ ഉള്ളിലുർത്ത ക്രൂരത. അവന് വിഷമം തോന്നി. കൈകളിൽ കരുതിയിരുന്ന വീഞ്ഞുകുപ്പിയിൽ നിന്ന് 2 കവളെടുത്ത് കുടിച്ചു. കുപ്പായം ഒന്നുകൂടി ഇറുക്കി പിടിച്ച് നല്ലവണ്ണം പുതച്ചു. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ ഉച്ചിയിലെത്തുമെന്ന് അവനറിയാമായിരുന്നു. അപ്പോൾ ചൂടിൻ്റെ ആതിഥ്യം കൊണ്ട് വയലുകളിലൂടെ ആട്ടിൻപറ്റത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. വേനൽക്കാലത്ത് സ്പെയിനിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. രാത്രി ഇരുൾ പരക്കുന്നവരെ ഈ ചൂട് നീണ്ടു നിൽക്കും. അത്രയും നേരം അവൻ തൻ്റെ കുപ്പായവും തൂക്കി നടക്കണം. കുപ്പായത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അത് ചെയ്യുന്ന സഹായവും അവനോർത്തു. വെളുപ്പാങ്കാലത്തെ കുളിരിനൊരു പിടിച്ചു നിർത്താൻ കഴിയുന്നത് ആ കുപ്പായം ഒന്നുകൊണ്ട് മാത്രമാണ്. മാറ്റങ്ങൾക്കും നാം തയ്യാറാകേണ്ടതുണ്ട്, അവൻ ചിന്തിച്ചു. കുപ്പായത്തിൻ്റെ കനത്തിനും ഊഷ്മളതയ്ക്കും അവൻ നന്ദി പറഞ്ഞു. കുപ്പായത്തിനൊരു നിയോഗമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവനും. തുടർച്ചയായ യാത്രയായിരിക്കാം അവന് വിധിച്ചിരിക്കുന്നത്. ഈ ആൻഡലൂസിയൻ പ്രദേശത്ത് അവൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ഇപ്പോൾ എല്ലാം കണക്കായി. ഈ ഭാഗത്തെ ഓരോ മുക്കും മൂലയും ഇത്തവണ അവളെ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. തന്നെ പോലെയുള്ള സാധാരണ ആട്ടിടയങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചത് എങ്ങനെയെന്ന്. ഏതാണ്ട് ആടുകളെ പോലെ തന്നെയായിരുന്നു അവൻ്റെ അച്ഛനമ്മമാരും. വയറു നിറച്ച ആഹാരത്തിന് വേണ്ടി ദിവസം മുഴുവൻ അധ്വാനിക്കുക. അവരുടെ ഏറ്റവും വലിയ മോഹം മകനെ ഒരു പുരോഹിതനായി കാണുകയായിരുന്നു. കുടുംബത്തിന് അതിലൽപ്പരം ഒരു അഭിമാനമുണ്ടോ?